ഹായ് നമസ്കാരം, ഞാൻ ഷീമ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷ്യമില്ലാത്ത യാത്രയെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊന്ന് വെറുതെ ഒരു വെളുപ്പിനൊന്ന് റൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇടയ്ക്ക് ഞങ്ങൾ അങ്ങനെ പോവാറുണ്ട്. അപ്പോൾ ഇത് എടപ്പള്ളി പള്ളിയാണ്. എറണാകുളത്തുള്ള മിക്ക ആൾക്കാരും എടപ്പള്ളി പള്ളിയിലും അതേപോലെ സെയിൻറ്റ് ആൻ്റണിയുടെ പള്ളിയിലും നേർച്ചിട്ടിട്ടായിരിക്കും യാത്രകൾ ആരംഭിക്കുന്നത്. ലോങ് ഡ്രൈവ് ആയാലും എന്തായാലും പുണ്യാളുടെ അടുത്ത് കയറാതെ ആരും പോകാറില്ല എന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു നെടുമ്പാശ്ശേരിയും അതേപോലെ തന്നെ ആലുവ ആ ഭാഗത്തൊക്കെ ഒന്ന് കറങ്ങി, അതുപോലെ കാലടി അങ്ങനെയൊക്കെ ഒന്ന് കറങ്ങി ഒരു 2 മണിക്കൂറൊന്ന് ഡ്രൈവ് ചെയ്ത് വീട്ടിൽ ബ്ലോക്കിന് മുമ്പേ വീട്ടിൽ കയറാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. കുട്ടികൾ ഉറങ്ങണമായിരുന്നു. ഈ ഒരു ഏരിയയിൽ കൂടി പോകുമ്പോൾ നല്ല രസമാട്ടോ. കാരണം ഈ ഫ്ലവേഴ്സൊക്കെ കണ്ടിങ്ങനെ എയർപോർട്ടിൻ്റെ ലൈറ്റും ഫ്ലൈറ്റും ഒക്കെ കണ്ട് നമുക്കൊന്ന് പോകുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. അത് കഴിഞ്ഞ് കാലടിയൊക്കെ അങ്ങനെ കയറുമ്പോഴത്തേക്കും ഉള്ളിലേക്കുള്ള ചായക്കടയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്നുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഒരു നല്ല നീട്ടിയടിച്ചൊരു ചായയും കൂടി കുടിച്ച് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആവും, ഫ്രഷ് ആവും. നല്ലൊരു ഫ്രഷ് എയർ തന്നെ നമുക്കവിടെ കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫിൽ തന്നെ ഒരു പ്രത്യേകത തന്നെയാണ്. കാരണം എനിക്കിതൊക്കെ മനസ്സിലാവുന്നത് സിംസൺ ഗൾഫിലായിരുന്ന സമയത്താണ്. കാരണം ആ ഒരു വെക്കേഷൻ വരുന്ന സമയത്തായിരിക്കും ഞങ്ങൾ ഇങ്ങനത്തെ യാത്രകളുമൊക്കെ ചെയ്യുന്നത്. തിരിച്ചു പോയി കഴിയുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ആ ഒരു ശൂന്യത ഉണ്ടല്ലോ, അതൊരു വലുത് തന്നെ. അതിനെല്ലാം ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഈ യാത്രയുടെയാണ്. കാരണം നമ്മൾ ആരും ജോലി ചെയ്യുന്നതൊന്നും നമുക്കൊരു ആശ്വാസമായിട്ട് നമുക്ക് തോന്നാറില്ല. ഇങ്ങനെയുള്ള യാത്രകളൊക്കെയാണ് നമുക്ക് എപ്പോഴും ഒരു ആശ്വാസമായിട്ട് തോന്നുന്നത്. അതിലൊരു പൈസ മുടക്കുന്നതിലല്ല കാര്യം, അവ കിട്ടുന്ന സന്തോഷത്തിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ആലുവ ദേശം എന്ന് പറഞ്ഞാൽ ദേശക്കടവ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ കുട്ടികളെ സ്വിമ്മിങ് ഒക്കെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം കാലൊക്കെ ഒന്ന് കഴുകി മുഖമൊക്കെ കഴുകി തിരിച്ചു പോന്നു. പിന്നെ ഇങ്ങനെ ഒരു റൈഡിന് പോകാൻ അധികം ചിലവൊന്നുമില്ല. ഒരു 300 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് പോയി വരാം. 200 രൂപയ്ക്ക് ഒരു പെട്രോൾ അടിക്കുക, 2 വീലറിന് 100 രൂപ ഉണ്ടെങ്കിൽ നമ്മുടെ ചായ കുടിയും കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ആ കാണുന്നത് ശിവക്ഷേത്രത്തിൻ്റെ ഏരിയയാണത്. അപ്പോൾ ഈ പാലം കയറി ഇറങ്ങി വരുമ്പോൾ ആലുവ എന്ന് പറഞ്ഞ സ്ഥലമാവും. പിന്നെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് എടപ്പള്ളി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീട്ടിലേക്ക് കയറാം. ഇന്നത്തെ എൻ്റെ യാത്ര ഇത്രയേ ഉള്ളൂ.